തിരുവനന്തപുരത്തെ ഗാന്ധിഭവന്റെ മുന്നിലാണ് ഞാൻ. ഗാന്ധിയൻ മൂല്യങ്ങളുടെ ആദർശ രാഷ്ട്രീയകാലം ഇന്ന് ഇല്ലാതായിരിക്കുന്നു. അവശേഷിക്കുന്ന ആ നന്മ അടുത്തിടെ നാം കണ്ടത് മാത്യു ടി തോമസിലാണ്. മന്ത്രിസ്ഥാനം ത്യജിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിൽ തിരിഞ്ഞ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമാണിത്. പുറത്ത് നല്ല മഴയാണ്. കേരളം ഇങ്ങനെ കാലവർഷത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ സാർ നമ്മുടെ ഈ ഗാന്ധിയൻ മൂല്യങ്ങളും അങ്ങനത്തെ വാല്യൂസൊക്കെ ഒലിച്ചു പോകുന്നുണ്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ അധികാരത്തോടുള്ള മഹാത്മാഗാന്ധിയുടെ ഒരു നിസ്സംഗത അത് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകരിൽ കുറഞ്ഞു വരികയാണ്. ഏത് തരത്തിലെങ്കിലും ഏത് മുന്നണിയുടെ ഭാഗമായിട്ടാണെങ്കിലും ഏത് ഗവൺമെൻറ് ആണെങ്കിലും അധികാരം വേണം എന്ന ഒരു പ്രാണവായു പോലെ അധികാരം ആവശ്യമാണ് നിലനിൽപ്പിനെന്നൊരു ധാരണ. അതെ, അത്തരത്തിലൊരു ചിന്താഗതി. അതിനെ എന്തുകൊണ്ടാണ് പൊതുസമൂഹം അത്തരത്തിലുള്ള ചിന്താഗതിയെ തിരസ്കരിക്കാതെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആ ചിന്താഗതിയുള്ള ആളുകളെയും വീണ്ടും വീണ്ടും ജയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ഗൗരവമായി നാം ആലോചിക്കേണ്ട വിഷയമാണ്. പക്ഷേ സാറിന് തോന്നിയില്ല അതിൽ ഇതിനൊരു ഇങ്ങനെ ഒരു പവർ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതിനോടുള്ള ഒരു സാറിന് എങ്ങനെയാണ് അതിനൊരു അതിൻ്റെ അധികാരത്തെ സംബന്ധിച്ച് നമുക്കൊരു ധാരണയുണ്ടാകും. അതായത് ഈ പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഈ സമൂഹവും ഈ രാഷ്ട്രവുമൊക്കെ എന്തായിരിക്കണം, അതിലെ വ്യവസ്ഥകൾ ക്രമങ്ങൾ എങ്ങനെയായിരിക്കണം സംബന്ധിച്ച് നമുക്കുള്ളൊരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം, അതിൻ്റെ ഒരു പോരാട്ടം, നിരന്തരമായ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ ആ പ്രക്രിയയിൽ ഇടയ്ക്കിടെ വന്ന് കിട്ടുന്ന അവസരങ്ങളാണ് ഭരണവും അധികാരവും. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ആത്യന്തികമായ ലക്ഷ്യം ഭരണവും അധികാരം എന്നുള്ള തരത്തിലേക്ക് ചില ആളുകൾ അതാണ് തിരഞ്ഞെടുപ്പ് സമയത്ത്, പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടത്. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും അതിൽ ആ മന്ത്രിസഭയിൽ ഞങ്ങൾ ഉണ്ടാവണം എന്ന തരത്തിലാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇതിലൊരു പണ്ട് കാലത്ത് ഈ സോഷ്യലിസം എന്നുള്ളത് കോൺഗ്രസിനോട് കുറച്ച് ഒപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അത് വേർപെട്ടു പോയി. ഇപ്പോൾ വീണ്ടും തിരിച്ച് കോൺഗ്രസിനോട് കൂടി വരുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളായിരുന്ന ചില ആളുകൾ കോൺഗ്രസുമായി ചേരുന്നു എന്നതേ ഉള്ളൂ. കോൺഗ്രസ്സിന് തന്നെ കൊണ്ടായിരുന്ന ഒരു സോഷ്യലിസ്റ്റ് മുഖം പണ്ട് ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുക. പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തും ഈവൻ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും നമ്മുടെ ബാങ്ക് ദേശസൽക്കരണം റിപ്പേഴ്സ് നിർത്തലാക്കി തുടങ്ങിയുള്ള നടപടികളുണ്ടായി. ഇന്നിപ്പോൾ പൂർണ്ണമായും കോൺഗ്രസ് ആ ഒരു സോഷ്യലിസം എന്ന ആശയത്തെ തള്ളിപ്പറഞ്ഞിരിക്കുക. ആഗോളീകരണത്തിലൂടെയും ഇപ്പോൾ സാമ്രാജ്യ ശക്തികളുമായി കൂട്ടിയിരുന്നതിലൂടെയും. അപ്പോൾ ഈ ഘട്ടത്തിൽ കോൺഗ്രസ്സുമായി എങ്ങനെയാണ് പഴയ സോഷ്യലിസ്റ്റുകൾ യോജിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു തരത്തിൽ പ്രത്യയശാസ്ത്രപരമായി വൈരുദ്ധ്യങ്ങളുള്ള രണ്ട് ചിന്താധാരകൾ തമ്മിൽ യോജിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു വൈരുദ്ധ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോൾ ഇപ്പം മനസ്സിലാകുന്നത് ഈ പ്രത്യയശാസ്ത്രപരമായ ദർശനവും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നയസമീപനങ്ങളൊന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അജണ്ട അല്ലാതായി മാറിയിരിക്കുന്നു. എങ്ങനെയും പവറിലെത്തുക, ഭരണം, അത് വലിയ അപകടം ചെയ്യും. ഇതിൽ മനസ്സിലൊത്തിരി വിഷമമുണ്ട് സാറിനെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൽ ഇതിനെങ്ങനെ അതിജീവിക്കും ഇങ്ങനത്തെ ഒരു ചുറ്റുപാട് നടക്കുമ്പോൾ? ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ എല്ലാ ക്രമങ്ങളും എല്ലാ വ്യവസ്ഥകളും നിമിഷ നേരങ്ങളിൽ കൊണ്ടുവരാൻ കഴിയില്ല. നമുക്ക് ഭൂമുഖത്തുള്ള സമയത്ത് അതിലേക്ക് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും, അത് ആ ദൗത്യം നമ്മൾ നിറവേറ്റുക. എല്ലാം നന്നാക്കിയതിന് ശേഷം എൻ്റെ മരണത്തിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് സമത്വസുന്ദരമായ രാജ്യം സ്ഥാപിച്ചതിന് ശേഷം പോകുന്നില്ല. ആ ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണ കൺവിക്ഷനോടുകൂടി കമ്മിറ്റ്മെൻറ്റോടുകൂടി നമ്മുടെ പ്രവർത്തനം കാഴ്ചവെക്കുക, അതിൽ സ്വയം ഒരു സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ചിന്താഗതി വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിട്ടുണ്ടായിരുന്നു സാറിന്. കാരണം വീട്ടിൽ അച്ഛൻ ഒരു പ്രീസ്റ്റ് ആയതുകൊണ്ടും അങ്ങനെ ഒരു ഇതിൽ വരുമ്പോൾ അങ്ങനെയാണോ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ കാരണം? ഞാൻ വിശ്വാസിയാണ്. എൻ്റെ ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത് തന്നെ ഈ ദൈവം തന്ന പ്രകൃതിയുടെ വിഭവങ്ങൾ മനുഷ്യർക്ക് തുല്യമായി പങ്കുവെക്കാനുള്ളതാണ്. ഫെയ്ത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു വാല്യൂ. അപ്പോൾ സോഷ്യലിസം എന്ന ആശയം ഈ വീട്ടിലെ പൗരോഹിത്യ ചുറ്റുപാട്ടിൽ നിന്ന് അടർത്തി അതിന് വിരുദ്ധമായ ഒന്നായിട്ടല്ല ഞാൻ കാണുന്നത്. പരസ്പര പൂരകമായി ഞാൻ മനസ്സിലാക്കിയ അങ്ങനെ വിശ്വാസത്തെ സംബന്ധിച്ച് എനിക്കുണ്ടായിരുന്ന ഒരു പരിപ്രേക്ഷ്യം, ഒരു ഡയമെൻഷൻ, ഭൂമിയും അതിലെ വിഭവങ്ങളും ഒക്കെ മനുഷ്യർക്ക് തുല്യമായി പങ്കുവെക്കാനായിട്ടാണ്. അതാണ് ബൈബിളിൽ പ്രത്യേകിച്ച് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് മനുഷ്യർക്ക് കൊടുക്കുന്നതാണ്.
അത് വിഭവങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയുള്ളതാണെന്നുള്ള അതിൻ്റെ ഒരു സാമൂഹിക ഉടമസ്ഥതയ്ക്കാണ്. ഉൽപ്പാദന ഉപകരണങ്ങളുടെ ഒരു സാമൂഹിക ഉടമസ്ഥത എന്നുള്ളതാണല്ലോ സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വം. ഇത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസവും രാഷ്ട്രീയ ദർശനവും വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എവിടെയെങ്കിലും ഇതിൽ എപ്പോഴെങ്കിലും ഇപ്പം മന്ത്രിയായിട്ടിരിക്കുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം ഒരു കോംപ്രമൈസിന് വഴി വന്നിട്ടുണ്ടോ? മന്ത്രി എന്ന നിലയിൽ ഞാൻ എടുത്ത എല്ലാ നിലപാടും പൊതുമേഖലയെ ശക്തിപ്പെടുത്തുകയും തരത്തിലുള്ളതായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അല്ലാതെ ഒരു തീരുമാനം കോംപ്രമൈസ് ആയിട്ട് വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് എന്നുള്ള നമുക്ക് എല്ലാവർക്കും പേടി ഉണ്ടായിരുന്ന ഒരു ഒരു KSRTC ഇത്രയും ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സാറിൻ്റെ ഇതിലാണ് പറ്റിയതെന്ന് പറയാം. അതിന് ഉണ്ടായിരുന്ന വിഷമകതലും അതിനുണ്ടായിരുന്ന എങ്ങനെയായിരുന്നു ഇത് ഇത്രയും ചെറിയ കാലഘട്ടത്തിനിടയിൽ ഇത്? KSRTC ലാഭത്തിലായിട്ടില്ല. അത് ഞാൻ ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു ക്ലെയിം വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ KSRTCയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തന ലാഭത്തിലായി. ഓപ്പറേഷണൽ ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വണ്ടി ഓടിക്കാം. പക്ഷേ ടിക്കറ്റ് ഇതര ചിലവുകൾ അല്ലെങ്കിൽ സർവീസ് ഇതര ചിലവുകളാണ് ഇപ്പോൾ ദോഷമായിട്ട് നിൽക്കുന്നത്. അവിടെ സ്വീകരിച്ച ഒരു മാനദണ്ഡം ഞാനത് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാൻ ഒരു 5-6 മാസം വൈകി. നഷ്ടത്തിൽ ഓടുന്ന സർവീസുകൾ നിർത്തലാക്കുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിനപ്പുറത്തേക്ക് KSRTCക്ക് വളരാൻ ആവശ്യം എന്ന് പറയുന്നത് വളരെ റാപ്പിഡായ എക്സ്പാൻഷനാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി ഓപ്പൺ ടെൻഡറിലൂടെ ബസ്സുകൾ വാങ്ങി 10,500ഓളം പുതിയ ബസ്സുകൾ ഇറങ്ങി. ഈ 2011 ആകുമ്പോഴത്തേക്കും 3750 ഷെഡ്യൂളിൽ നിന്ന് 6000 ഷെഡ്യൂളായി KSRTCയെ വികസിപ്പിച്ചെടുക്കുക. ആ വികസനത്തിലൂടെ മാത്രമേ നഷ്ടം കുറയ്ക്കാൻ കഴിയൂ എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമായിരുന്നു. പുതിയ കുറേ ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ അന്ന് വിഷമതകൾ നേരിടേണ്ടി വന്നു? ഇല്ല. ആ ആശയത്തെ തൊഴിലാളി സുഹൃത്തുക്കളും മാനേജ്മെൻറ്റും കേരളീയ സമൂഹവും വളരെ പരക്കെ സ്വാഗതം ചെയ്യുന്നതാണ് ഞാൻ അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് തൊഴിലാളികൾ ഈ എക്സ്പാൻഷൻ എന്ന ആശയത്തെ എല്ലാ യൂണിയനും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തൊഴിലാളികൾ സ്വാഗതം ചെയ്തെന്ന് മാത്രമല്ല കുറേ നാളുകളായി ജനങ്ങളെ ധരിപ്പിച്ച് വെച്ചിരുന്ന ഒരു കാര്യം ഈ KSRTCയുടെ മുഴുവൻ കുഴപ്പങ്ങളുടെ ഉത്തരവാദിത്വം തൊഴിലാളികളാണ്. അപ്പോൾ ഈ പർച്ചേസുകൾ ട്രാൻസ്പെറൻ്റ് ആവുകയും പഴയ കുഴപ്പങ്ങളുടെ ഉത്തരവാദിത്വം തൊഴിലാളികളുടെ തലയിൽ നിന്ന് മാറ്റുകയും ചെയ്തുകൊണ്ട് തൊഴിലാളികൾക്ക് ഈ വികസന പ്രക്രിയയുമായിട്ട് സഹകരിക്കാനുള്ളൊരു മനസ്സുണ്ടായി. അതുകൊണ്ട് തന്നെ യാത്രക്കാരോടുള്ള പെരുമാറ്റത്തിൽ പോലും തൊഴിലാളികൾ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. യാത്രക്കാരോട് വളരെ മാന്യമായി പെരുമാറാൻ, സ്റ്റോപ്പുകളിൽ നിർത്താൻ, വഴി നിൽക്കുന്നവരെ വിളിച്ചു കയറ്റാൻ. പൂർവ്വമായി ചില അപവാദങ്ങളുണ്ട്, അല്ലാതെ പെരുമാറുന്ന തൊഴിലാളികളുണ്ട്. പക്ഷേ അവരെ കറക്റ്റ് ചെയ്യാനാണ് തൊഴിലാളി യൂണിയനുകൾ. അത് ഭരണത്തെയും പ്രതിപക്ഷത്തെയും യൂണിയനുകൾ. ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അതിനെ എങ്ങനെയും ആഞ്ഞടിക്കുക, നശിപ്പിച്ച് കളയുക എന്നുള്ളൊരു മനോഭാവത്തോടെ ആയിരുന്നില്ല പ്രതിപക്ഷ യൂണിയനുകൾ പോലും അങ്ങേയറ്റം സഹകരിക്കുന്ന. അപ്പോൾ ഇവരാണ് കുഴപ്പക്കാരെന്നുള്ള ആശയം കേരളത്തിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞെന്നുള്ളത് അത് ഞാൻ ഏറ്റവും വലിയ നേട്ടമായിരിക്കും. അതിലവർക്കും ഈ കോർപ്പറേഷനിൽ അവർക്കൊരു വിശ്വാസമായി. അവരുടെ ഒരു സഹകരണം അങ്ങേയറ്റം ഉണ്ടായിരുന്നു. പക്ഷേ അന്യ സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കർണാടക, തമിഴ്നാട് അവിടത്തേക്ക് ബസ് സർവീസ് നോക്കുമ്പോൾ സാർ അങ്ങനത്തെ ഒരു സ്റ്റഡി ചെയ്യാനായിട്ട് ആ സ്റ്റഡിയിൽ നിന്നാണ് നമ്മൾ ചില സ്കീംസിലേക്ക് പോയത്. ആ സ്റ്റഡി ബേസിക്കായി തന്ന ഒരു വരച്ചു കാട്ടിയൊരു ചിത്രം അന്യ സംസ്ഥാനങ്ങളിൽ ഈ പൊതുമേഖലയിലെ ബസ്സുകളുടെ ശതമാനം വളരെ കൂടുതലാണ്. 90-95% വരെയൊക്കെ. ആന്ധ്രാപ്രദേശിലൊക്കെ 93% വരെ, 90% മുകളിലാണ്. ആന്ധ്രയാണെങ്കിലും കർണാടകയാണെങ്കിലും തമിഴ്നാടാണെങ്കിലും. ഇവിടെ KSRTCയുടെ ബസ്സിൻ്റെ ശതമാനം 13%. 87% സ്വകാര്യ മേഖലയിലാണ്. അത് ഈ ഒരു 10-20 കൊല്ലത്തിനിടയിലുണ്ടായ ഒരു പ്രതിഭാസമാണ്. അതിന് പ്രധാനമായും ഉണ്ടാകുന്നത് KSRTCക്ക് ലാഭകരമായി ഓടിക്കാവുന്ന പല സെക്ടറിൽ നിന്ന് പിന്മാറി എന്നതാണ്. അപ്പോൾ അവിടെ ആണ് ഞാൻ പറഞ്ഞത് വളരെ റാപ്പിഡായ എക്സ്പാൻഷനിലൂടെ ഫ്ലീറ്റ് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, ഫ്ലീറ്റ് പെർസെൻറ്റേജ് കേരളത്തിൽ ഓടുന്ന ബസ്സുകളിൽ KSRTCയുടെ ബസ്സുകളുടെ ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ്. അത് ഒരു 50% ആക്കി ഒരു ദിവസം കൊണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു 10-15 കൊല്ലം കൊണ്ട് 50% ആക്കാൻ കഴിഞ്ഞാൽ KSRTC ലാഭത്തിലാവും. മന്ത്രിയെ സമയത്തും KSRTC ബസ്സിൽ പോകാൻ പറ്റിയിട്ടുണ്ടോ? ബസ്സിൽ അപൂർവമായിട്ട് പോയിട്ടുണ്ട്, അപൂർവമായിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ മന്ത്രി അല്ലാതെ കഴിഞ്ഞ് ബസ്സിൽ നിരന്തരമായി യാത്ര ചെയ്യുന്നുണ്ട്. അത് തൊഴിലാളികളുടെ സ്നേഹമൊക്കെ അനുഭവിച്ചിട്ട് ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട്. ബസ്സിൽ മറ്റേത് വളരെ അപൂർവമായി മാത്രം.